പണ്ട് ഞാനും കുറച്ചു കാലം പത്രാധിപരായിരുന്നല്ലോ. അപ്പൊ നമ്മൾ ഈ ഹ്യൂമൻ ഇൻട്രസ്റ്റ് സ്റ്റോറീസ് ഉണ്ടല്ലോ, അതിനിതൊക്കെ നിങ്ങൾക്ക് ആ നിർവചനത്തിൽ പെടാവുന്നതാണ്. എങ്ങനെയാണ് ഈ ഗ്രാമത്തിൽ ഇത് വന്നത്, ഇയാൾ എങ്ങനെ വന്നു, ഈ ഗ്രാമം കണ്ടെത്തിയത് എങ്ങനെ, അതിന്റെ ഭാഗമായി എങ്ങനെ വന്നു, അല്ലെങ്കിൽ ഈ സ്വാഹു എങ്ങനെയാ, ഈ ശ്രീധര വെമ്പു എങ്ങനെ ഈ ഗ്രാമം കണ്ടുപിടിച്ചു. ഒരു ചെറിയ സ്റ്റോറി, ഒരു 10-20 സെന്റിമീറ്റർ അതിന് പറ്റുന്ന ഒരു പടം കൊടുത്താൽ കൂടുതൽ ആളുകൾ അപ്പോൾ അതിലേക്ക് വരും. അപ്പൊ നമ്മൾ കാണുന്നതിനേക്കാൾ അപ്പുറത്ത് കേരളം, നിങ്ങൾ ഇപ്പൊ പറയുന്ന കേരളം അല്ല യഥാർത്ഥത്തിൽ എന്നുള്ളത് നമുക്ക് എത്തിക്കാൻ പറ്റും. ഇതിന്റെ ഭാഗമായി ഇപ്പോ ഞാൻ പറഞ്ഞല്ലോ, ആദ്യം ഞാൻ സംരംഭകരെ കാണുമ്പോൾ അവർക്ക് ഈ തെർമൽ പെൻപോൾ എന്ന കമ്പനി, ഇന്ത്യയിലെ ഏറ്റവും വലിയ ബ്ലഡ് ബാഗ് ഉണ്ടാക്കുന്ന കമ്പനി എവിടെയാണെന്ന് ചോദിച്ചാൽ ഒറ്റ കൈയും പൊങ്ങിയില്ല. ഫസ്റ്റ് മീറ്റിംഗ് ഞാൻ പറഞ്ഞു 12% ആണ് ലോകം ഉപയോഗിക്കുന്ന ബ്ലഡ് ബാഗ്. ഏഷ്യയിലെ ഏറ്റവും വലിയ കൃത്രിമ പല്ല് ഉണ്ടാക്കുന്ന കമ്പനി ഇപ്പൊ ആളുകൾ പറയും മൂവാറ്റുപുഴയിലാണ്. പക്ഷെ ഒരു മീഡിയയും ഒരു സ്റ്റോറിയാണല്ലോ ഇത്തരം ചില കമ്പനികൾ നമ്മുടെ അവിടെ വരുന്നു എന്നുള്ളത്. ഇപ്പോ ഇന്ത്യയിൽ ഇൻഡിജീനിയസ് ഹാർട്ട് വാൽവ് ഉണ്ടാക്കുന്ന കമ്പനി കേരളത്തിലാണ്. TTK ശ്രീജിത്ത് ഇദ്ദേഹത്തിന്റെ കമ്പനിയുടെ പ്രത്യേകത ടെക്നോളജി വിദേശത്ത് കൊണ്ടുവന്നില്ല. കേരളം വ്യവസായ സൗഹൃദമാണോ? ഇപ്പൊ ഞങ്ങൾ വന്നതിന് ശേഷം അല്ലാണ്ട് കുറെ ആയിട്ടുണ്ട്. ഞങ്ങൾ കുറെ കൂടി സിംപ്ലിഫൈ ചെയ്ത് കുറെ പാത്ത് ബ്രേക്കിംഗ് സ്റ്റെപ്സ് എടുത്തു, കുറെ കൂടി എളുപ്പത്തിലുള്ളതാക്കി മാറ്റി. നേരത്തെ ഉണ്ട്. ഞാൻ അതുകൊണ്ട് പറഞ്ഞു, ഞങ്ങൾ ഷോക്കേസ് ചെയ്യുന്നത് LDF എന്നത് ഈ 3 അക്ഷരമല്ല, കേരളമാണ്. ഇപ്പോഴത്തെ കേരളം മാത്രമല്ല, നേരത്തെ കേരളം കൂടിയാണ്. ഇപ്പൊ ഞങ്ങൾ അത് കുറെ കൂടി വേഗതയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു. IAS രാജിവെച്ചിട്ട് കേരളത്തിൽ തന്നെ ഒരു വ്യവസായം തുടങ്ങണമെങ്കിൽ അന്ന് എത്ര പ്രായമുണ്ട്? 30 ആയിട്ടുള്ളൂ. അപ്പോഴാണ് അതൊരു കേരളം പോലെ. അപ്പൊ ഇന്നല്ല, അന്നും നിങ്ങൾക്ക് ഒരു ധൈര്യമുള്ള സ്ഥലമുണ്ട് ഇവിടെ. ഇപ്പോ അദ്ദേഹത്തിന്റെ തന്നെ പുസ്തകമല്ലോ ബിയോണ്ട് ദ റഡാർ, ഈ മാനുഫാക്ചറിംഗ് ഇൻഡസ്ട്രീസിനൊക്കെ പരിചയപ്പെടുന്നത്. എല്ലാ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. 24% മെഡിക്കൽ ഡിവൈസ് ഇൻഡസ്ട്രിയുടെ ടേൺ ഓവർ കേരളത്തിൽ നിന്നാണ്. 24%, 17% ഓഫ് ദ പ്രൊഡക്റ്റ്, 6% ഓഫ് ദ കമ്പനീസ് കേരളത്തിലാണ്. ഇത് യഥാർത്ഥത്തിൽ ഒരു 1-ാം പേജ് വാർത്തയ്ക്കുള്ളതാണ്. 2.8% ജനങ്ങൾ അധിവസിക്കുന്ന, 1.18% മാത്രം ഭൂപ്രദേശമുള്ള ഒരു ചെറിയ സ്ഥലത്ത് നിന്ന് ഇന്ത്യയിലെ മെഡിക്കൽ ഡിവൈസ് ഇൻഡസ്ട്രീസിന്റെ മൊത്തം ടേൺ ഓവറിന്റെ 24%, അഭിലാഷ്, ബിസിനസ് വാർത്ത മാത്രമല്ല പൊതുവാർത്ത കൂടിയാണ്. നമ്മളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമ്പനി തുടങ്ങുകയാണെങ്കിൽ അത് വാണിജ്യ വാർത്തയായിരിക്കും, കമ്പനി അടച്ചാൽ അത് ന്യൂസ് അവറും ജനറൽ വാർത്തയായിരിക്കും. ഇപ്പൊ കുറച്ച് മാറി വരുന്നുണ്ട്. അഭിലാഷ് കുറെ കാലമായിട്ട് ബിസിനസ്സിനെ നോക്കുന്നുകൊണ്ടാണ് ഞാൻ അത് പറഞ്ഞത്. ഇത് ചെറുതല്ല. ഇപ്പോ ഈ സിന്തൈറ്റ് എന്ന കമ്പനി തന്നെ ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞാണ് ആളുകൾ ഇങ്ങനെ കമ്പനി ഉണ്ടോ, ഇവിടെ ഉള്ളതാണ്. ഞങ്ങളിപ്പോ തുടങ്ങിയതൊന്നുമല്ല. 3600 കോടി ടേൺ ഓവർ ഉണ്ട്. ഇപ്പൊ ജമ്പ് വന്നു. ഈ ലോകം ഉപയോഗിക്കുന്ന ഒലിയോറസിന്റെ 80% കേരളം ഉണ്ടാക്കുന്നത്. ലോകത്തിലെ സ്പൈസ് പ്രോസസ്സിംഗ് 1-ാമത്തെയും 2-ാമത്തെയും 3-ാമത്തെയും 4-ാമത്തെയും കമ്പനികൾ കേരളത്തിലാണ്.